ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവം നമ്മളെ തെരഞ്ഞെടുത്ത് പുതിയൊരു പ്രഭാതത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 23-ാം സങ്കീർത്തനം 6-ാം തിരുവചനമാണ്. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവത്തോടു കൂടെ നടക്കുന്നവന് ജീവിതകാലം മുഴുവൻ എന്ത് ലഭിക്കും എന്ന് വളരെ വ്യക്തമായിട്ട് തിരുവചനത്തിലൂടെ പിതാവായ ദൈവം നമ്മളോട് പറയുകയാണ്. ദൈവത്തിൻ്റെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ നിങ്ങളെ അനുഗമിക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമായിരുന്നാൽ, ദൈവത്തോടു കൂടിയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ, നിങ്ങളിൽ ദൈവം വസിക്കുകയും ആ ദൈവത്തിൻ്റെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇത് വലിയൊരു വാഗ്ദാനമാണ്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് നമ്മൾക്ക് തന്നിരിക്കുന്ന വാഗ്ദാനങ്ങൾ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതിന് നമ്മളെ തന്നെ ഒന്ന് കഴുകി വിശുദ്ധീകരിച്ച് ആ ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുവാൻ, ദൈവമേ അങ്ങ് എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിച്ചാൽ എനിക്ക് ജീവിതകാലം മുഴുവൻ നന്മയും കരുണയും എന്നെ അനുഗമിക്കും. അങ്ങ് ദാനമായി തന്ന മക്കളെ അനുഗമിക്കും. തലമുറകളോളം ആ അനുഗ്രഹം നിലനിൽക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിനോട് കൂടെ ആയിരിക്കുവാൻ നമ്മളെ പൂർണ്ണമായി ദൈവത്തിന് വിട്ടുകൊടുക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സഹായം ഈ വാഗ്ദാനം നിങ്ങളിൽ നിറയുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന്, ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം യേശുനാമത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും യേശുനാമത്തിൽ വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.